സുവിശേഷം 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കേണ്ടിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മൾ പല വിഷയത്തിലും നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷമില്ലാതെ ആയിരിക്കുന്നതിൻ്റെ കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അനേക തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ലൂക്കോസ് 21:34 പറയുന്നു, നിങ്ങളുടെ ഹൃദയമോ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ മദ്യവും മയക്കുമരുന്നൊക്കെ അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27 യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. ദൈവം തന്നിട്ട് പോയത് ഈ ലോകം തരുന്ന സമാധാനമല്ല. അതുകൊണ്ടാണ് സകല മനുഷ്യരും ഈ സമാധാനവും സന്തോഷം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 12:1 പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗമായിട്ട് അർപ്പിപ്പിൻ. ഈ ലോകത്തെ നമ്മൾ അനുരൂപരാകാതെ നന്മ